السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد. റബ്ബു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കൂടിയതിനും പിരിയതിനും അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു മലിസാക്കുമാകട്ടെ. അതുപോലെ സ്വർഗത്തിൽ ഇതുപോലെ നമ്മളെയും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം മതത്തിനെ ഈ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്കുള്ള ഉദ്ദേശം ആഖിറത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമ്മൾ ഈ ദുനിയാവിൽ ശാശ്വതമായി എന്നേക്കും ജീവിക്കുന്നവരല്ല. നമ്മൾക്കുള്ള വീട് അത് സ്വർഗമാണ്. നമ്മുടെ മാപ്പയായിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാമിൻ്റെ അനന്തരാവകാശിയാണ് സ്വർഗം. റബ്ബു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഖൈറു മതാഇ ദുനിയ അൽ മർഅതു സ്വാലിഹ. ദുനിയാവിൻ്റെ ചെരുക്കളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായത് അത് സ്വാലിഹായ പെണ്ണാണ്. സ്വാലിഹായ പെണ്ണെന്ന് പറഞ്ഞാൽ വഹിയല്ലത്തി തുതിഉല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും ഭയപ്പെടുന്ന ഒരു പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ്. വഹിയല്ലത്തി തുതിഉ സൗജഹ, അതുപോലെ ഭർത്താവിനും ഭയപ്പെടുന്ന പെണ്ണാണ് ദോഷമല്ലാത്ത കാര്യത്തിൽ. പ്രിയമുള്ളവരെ, നമ്മൾക്ക് വേണ്ടത് നമ്മളെ ഈമാനാണ്. ഈമാൻ നല്ലവണ്ണം സൂക്ഷിച്ച് വെക്കണം. എത്രത്തോളം ബഹുമാനപ്പെട്ട ബീബി ആസിയ റളിയല്ലാഹു അൻഹാരാണ്. ആസിയ ബി റളിയല്ലാഹു അൻഹ ഫിറൗന്റെ കൊട്ടാരത്തിൽ കാലകാലം ജീവിച്ചിരിക്കേണ്ട പെണ്ണുങ്ങളായിരുന്നു. പക്ഷേ ദുന്യാവിനൊന്നും വില വെച്ചില്ല, ദുന്യാവിനെ കണക്കിലെടുത്തില്ല. ഫിറൗൻ പറഞ്ഞു, ആസിയ, നിന്റെ വിശ്വാസത്തിൽ നീ മാറണം, നിന്റെ വിശ്വാസത്തിൽ നീ മാറണം. ഞാൻ റബ്ബാണ്, എന്നെ കൊണ്ട് വിശ്വസിക്കണം. ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഈ ദുനിയാവിൻ്റെ ജീവിതം ശാശ്വതമല്ല. ആസിയ റളിയല്ലാഹു അൻഹയെ ഫിറൗൻ എന്ത് ചെയ്തറിയോ? സുബ്ഹാനല്ലാഹ്, നഗ്നയായും കൊണ്ട് വസ്ത്രമെല്ലാം ഊരിരിഞ്ഞും കൊണ്ട് ബഹുമാനപ്പെട്ട ബീബി ആസിയ റളിയല്ലാഹു അൻഹയെ പതക്കുന്ന ചുട്ട് തളക്കുന്നരിക്കണം മലത്തരയിൽ കിടത്തിക്കൊണ്ട് ഇരുമ്പിൻ്റെ കഷ്ണം, ഇരുമ്പിൻ്റെ കമ്പിയുണ്ടല്ലോ, അതിനെ തീയിൽ വെച്ച് ചൂടാക്കിക്കൊണ്ട് ആസിയ റളിയല്ലാഹു അൻഹയെ മുൻദ്വാരത്തിൽ കിടത്തിയപ്പോൾ ആസിയാബി പറഞ്ഞത്, റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. പഠിച്ചവനെ, ഈ ഫിറൗന്റെ ശിക്ഷ എനിക്കൊരു കണക്കിലല്ല, നിന്റെ അദാബിനെയാണ് ഞാൻ പേടിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹ് റബ്ബി ഇബ്നി ലി ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് ഇനി ഒരു കൊട്ടാരം എടുത്തു തരണം, എനിക്കൊരു വീട് എടുത്തു തരണം. നോക്കി ആസിയാബി റളിയല്ലാഹു അൻഹ അത്രത്തോളം ഫിറൗനെ ശിക്ഷിച്ചുകൊണ്ട് ഈമാനൊന്നും വിട്ടുകളഞ്ഞില്ല. ആ വിശ്വാസം കൽബിൽ ഉറച്ചു നിന്നിരിക്കുന്നു. നോക്ക് നിങ്ങൾ, ആസിയ റളിയല്ലാഹു അൻഹ കാലകാലം രാജ്ഞിയായും കൊണ്ട് ഫിറൗന്റെ കൊട്ടാരത്തിൽ താമസിക്കേണ്ടവരായിരുന്നു. അതൊന്നും ബലവെക്കാട് അള്ളാഹു ഒരുവനാണ്, പരലോകമാണ് എനിക്ക് വേണ്ടത്, അതിനെ ആശിച്ചുകൊണ്ട് ഈമാനെ വിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളെ, ഈമാന് എത്ര കഷ്ടമായാലും എത്ര ബുദ്ധിമുട്ടായാലും നമ്മൾ കൈവിടാൻ പാടില്ല.
ദുന്യാവ് നമ്മൾ ശാശ്വതമല്ല, ദുന്യാവ് എന്നൊന്നും ശാശ്വതമായി നിൽക്കുന്നതല്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഒരവസരം പറഞ്ഞു, എനിക്കൊരു സ്വപ്നം കണ്ടു. ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഞാൻ കണ്ടത് വലിയതരിക്ക് 2 കൂമ്പാരമാണ്. വലിയതരിക്ക് ഒരു മല പോലോ ധരിക്കുന്ന ഹസനാത്ത് കൊണ്ട് നുറക്കപ്പെട്ട ഒരു കൂമ്പാരം ഞാൻ കണ്ടു. അതാരിക്കാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു സ്ത്രീക്കാണ്. ആ സ്ത്രീയെ സംബന്ധിച്ച് എനിക്കറിയാം, എൻ്റെ പരിചയമുള്ള സ്ത്രീയാണ്, ഞാൻ അറിയുന്ന ഒരു പെണ്ണാണ്. പിറ്റേ ദിവസം ആ പെണ്ണിനെ ഒന്ന് ഞാൻ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ പെങ്ങളെ, അല്ലയോ സഹോദരി, നിനക്ക് ഇത്ര വില ഒരുക്കുന്ന സ്ഥാനം കിട്ടണമെങ്കിൽ നീ എന്ത് അമല് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണുങ്ങൾ പറഞ്ഞതു, ആയിഷ ഉമ്മ, ഞാൻ കൃത്യം സമയത്തിൽ നിസ്കരിക്കുന്ന പെണ്ണാണ്. അജ്നബി മാറ്റാനായ സ്ത്രീ പുരുഷന്മാരിലേക്ക് കണ്ണടിക്കാത്ത പെണ്ണാണ്, നോക്കാത്ത പെണ്ണാണ്. ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും മുറുകെ പിടിച്ച പെണ്ണാണ്, സമയത്തിൽ നിസ്കരിക്കുന്നവളാ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള സ്ഥാനം കിട്ടാൻ കാരണം. നമ്മൾക്ക് വേണ്ടത് നമ്മളെ ഖൽബിലുള്ള ഈമാന് ഒരു കാലത്തും എത്ര ബുദ്ധിമുട്ടായാലും നമ്മൾ വഹിച്ചിടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും സലാമത്തിലാക്കട്ടെ. മരിക്കുന്ന അവസരം കാമിലായ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഷറഫാകപ്പെട്ട മുഖം കണ്ട് സന്തോഷിച്ചുകൊണ്ട് ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് പരിപൂർണ ഈമാനോട് കൂടെ മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.